ദയവായി ഈ വീഡിയോ ഒരു സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. അതിനായി വലതുവശത്ത് താഴെയായുള്ള ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. തിരിച്ച് പഴയതുപോലെ ആകണമെങ്കിൽ വലതുവശത്ത് കാണുന്ന ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഇയ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്ഥലത്തിന്റെ ന്യായവില എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സ്ഥലത്തിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ഒരു രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ പരിശോധിക്കേണ്ട എന്ന കാര്യങ്ങളാണ് വ്യക്തമായ ആ വീഡിയോയിൽ പറഞ്ഞത്. അത് നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു സ്ഥലത്തിന്റെ ആധാരം എന്നാണ്. ആധാരം നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് അടക്കേണ്ടി വരും. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ആ ഒരു സ്ഥലത്തിന്റെ ന്യായവിലയെ ബേസ് ചെയ്തിട്ടാണ്. ഓരോ സ്ഥലത്തിനും ഓരോ ന്യായവിലയായിരിക്കും. അതായത് ലാൻഡ് ടൈപ്പ് എങ്ങനെയാന്ന് ഉദ്ദേശിച്ചായിരിക്കും. അതായത് ഇപ്പൊ ആ ഒരു സ്ഥലത്തിലേക്ക് പോകാനായിട്ട് വഴിയുണ്ടോ, അത് പഞ്ചായത്ത് റോഡാണോ, അതോ പ്രൈവറ്റ് റോഡാണോ, അതുപോലെ തന്നെ വണ്ടികൾക്ക് പോകാൻ പറ്റുമോ, അങ്ങനെ ഓരോ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ ഗൂഗിളില് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് ഇൻ കേരള എന്ന് സെർച്ച് ചെയ്യുക. ആദ്യമേ ഒരു സൈറ്റ് വരും. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ഹിയർ ടു സെർച്ച് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സ്ക്രീനിലേക്ക് പോകും. അവിടെ നമുക്ക് ഡിസ്ട്രിക്റ്റ്, RDO, താലൂക്ക്, വില്ലേജ്, ദേശം, ലാൻഡ് ടൈപ്പ്, ബ്ലോക്ക് നമ്പർ, സർവേ നമ്പർ, അങ്ങനെ കുറെ ഓപ്ഷൻസ് കാണാം. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഈ ആദ്യത്തെ 4 കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ സ്ഥലത്തിന്റെ ഫെയർ വാല്യൂ കാണാൻ പറ്റും. അപ്പൊ ഇത് ഞാൻ തൃശ്ശൂര് ഡിസ്ട്രിക്റ്റ്, RDO തൃശ്ശൂർ തന്നെ, താലൂക്കിൽ ഞാൻ കൊടുങ്ങല്ലൂർ കൊടുത്തു, വില്ലേജ് ഞാൻ എടത്തുരുത്തി കൊടുത്തു. അപ്പൊ ഇത് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫെയർ വാല്യൂ ഉള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റ് വരും. അപ്പൊ ഇതിൽ RDO എന്ന് ഉദ്ദേശിക്കുന്നത് റവന്യൂ ഡിവിഷണൽ ഓഫീസാണ് ഉദ്ദേശിക്കുന്നത്. ഈ വന്ന ലിസ്റ്റിൽ നോക്കിയാൽ സർവേ നമ്പർ കാണാം, സബ് ഡിവിഷൻ നമ്പർ കാണാം, ബ്ലോക്ക് നമ്പർ കാണാം, സർവേ നമ്പർ കാണാം, അതിന്റെ സബ് ഡിവിഷൻ, ലാൻഡ് ടൈപ്പ്, ഫെയർ വാല്യൂ. ഈ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് R എന്ന ഒരു മെഷർമെന്റിലാണ് പറയുന്നത്. ഈ R എന്ന മെഷർമെന്റ് എന്താണെന്നും അത് സെൻഡായിട്ട് എങ്ങനെ റിലേറ്റഡ് എന്നും ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഞാൻ അവിടെ ടാഗ് ചെയ്യാം. ആവശ്യമുള്ളവർ അതിൽ പോയി ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ലാൻഡ് ടൈപ്പ്. ഇതിൽ ലാൻഡ് ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് ഫെയർ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. ഈ ഒരു കേസിൽ 1,56,600 ആ ഒരു വസ്തുവിന്റെ ഫെയർ വാല്യൂ. അതായത് ഇത് പറയുന്നത് R എന്ന മെഷർമെന്റിലാണ്. ശരിക്കും നമ്മൾ സെന്റ് എന്ന കണക്കിലൊക്കെയാണ് പറയാറ്. സെന്റ് ആക്കണമെങ്കിൽ അതിനെ 2.47 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. 42,753 എന്ന് വന്ന് കിട്ടും. അതായിരിക്കും ഒരു സെന്റിന്റെ ഫെയർ വാല്യൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്ഥലത്തിന്റെ ഫെയർ വാല്യൂ കാണേണ്ടത്. അപ്പോൾ ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫെയർ വാല്യൂവിന്റെ എമൗണ്ട് എന്തായാലും നമ്മൾ ഗവൺമെന്റിലേക്ക് ടാക്സ് ആയിട്ട് അടക്കേണ്ടി വരും. ഇപ്പോൾ ഫെയർ വാല്യൂവിനേക്കാളും താഴെയാണ് നമ്മൾ സ്ഥലം പിടിച്ചാലും ഈ ഒരു ഫെയർ വാല്യൂവിന്റെ എമൗണ്ട്, ഈ ഒരു ഭൂമിയുടെ ന്യായവിലയുടെ എമൗണ്ട് നമ്മൾ ടാക്സ് ആയിട്ട് അടക്കേണ്ടി വരും. അത് എത്ര പെർസെന്റേജ് എന്നുണ്ടാവും, അത് അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഒരു സൈറ്റ് മുഖേന നമുക്ക് അതിന്റെ ഫെയർ വാല്യൂ കാണാൻ സാധിക്കും. അത് കൂടാതെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സൈറ്റ് വരും. അതിലൊന്ന് സ്ക്രോൾ ചെയ്തതിന്റെ നടുവിലൊക്കെ ആയിട്ട് ഭൂമിയുടെ ന്യായവില എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെയിം സൈറ്റിലേക്ക് തന്നെയാണ് പോവുക. അത് മുഖേന നമുക്ക് ഇതുപോലെ ഓരോ ഓപ്ഷൻസ് സെലക്ട് ചെയ്തിട്ട് അതായത് സ്ഥലത്തിന്റെ ഫെയർ വാല്യൂ കാണാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അവരവിടെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു PDF ഫയലായിട്ട് ഒരു ഓപ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.